ഹലോ മക്കളെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിന് ചോദിച്ച മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ഇതായിരുന്നു മറ്റൊരു ചോദ്യം. നമുക്ക് ഈ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മക്കളെ ഇതേ നോക്കിക്കേ. ആദ്യം ഒരു വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ മക്കളെ റേഡിയസ് എന്ന് പറയും. നമ്മൾ ആർ എന്നുകൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യും. ഇനി ഒരു വൃത്തത്തിൻ്റെ ആരത്തിനെ ആർ എന്ന് വിളിച്ചാൽ അതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 4πr² ആണ്. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം നമ്മളതിൻ്റെ പുറം ഭാഗത്ത് തൊടില്ലേ, ആ തൊടുന്ന ഭാഗത്തിൻ്റെ എല്ലാം കൂടെ ഏരിയനെയാണ് ഉദ്ദേശിക്കുന്നത് ഉപരിതല വിസ്തീർണം. അത് എന്ന് പറയുന്നത് 4πr² ആണ്. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയായി. അപ്പോൾ r ആരം ഉണ്ടായിരുന്ന ഒരു ഗോളത്തിൻ്റെ ആരം എന്തായി? ഇരട്ടിയായി, 2r ആയി. എങ്കിൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നാണ് ചോദ്യം. എത്ര വർദ്ധിക്കും? ഞാൻ ആ എത്ര വർദ്ധിക്കും എന്നുള്ളതിൻ്റെ അടിയിലൊന്ന് വരയിടുകയാണ്. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യണം. അപ്പം r റേഡിയസ് ഉള്ള r ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്താണ് മക്കളെ? 4πr². ഓക്കെ ആണല്ലോ? ആ r എന്നത് 2r ആയി കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉപരിതല വിസ്തീർണത്തിന് വരിക? അവിടെ 4πr² പകരം ഈ ആറിന് പകരം എന്തിടാൻ പറ്റും? 2r² എന്ന് വരും. ഓക്കെ ആണല്ലോ? അത് സമം 4π × 2r² എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ × r-ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 വരും. r-ൻ്റെ സ്ക്വയർ r² വരും. ഞാൻ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് എന്ത് എഴുതുന്നു? 4 × 4πr² എന്ന് വന്നു. ഓക്കെ ആണോ? അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? 4πr² ആയിരുന്നത് എങ്ങനെയായി മക്കളെ? 4 × 4πr² എന്നായി. കൃത്യമായോ? മനസ്സിലായോ? അതായത് ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയായാൽ അതിൻ്റെ ഉപരിതല വിസ്തീർണം 4 × നിലവിലുള്ള വിസ്തീർണത്തിൽ നിന്ന് 4 ഇരട്ടിയാവും അല്ലേ? നോക്കിക്കേ, 6 2r ആയപ്പോൾ 4πr², 4 × 4πr² ആയി, 4 ഇരട്ടിയായി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക. അപ്പം നമ്മുടെ ഉത്തരത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം ശതമാനമാണ് ആണല്ലോ. അപ്പം 6 റേഡിയസ് ഉള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr² ആണ്. അതിനെ ഞാൻ 100% എന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 ഇരട്ടിയാകുമ്പോൾ അതെങ്ങനെയായി? 4 ഇരട്ടിയായി. 4 ഇരട്ടിയാകുമ്പോൾ 4 × 100%, അതായത് 400% എന്ത്? 6 ഇരട്ടിയായപ്പോൾ, റേഡിയസ് ഇരട്ടിയായപ്പോൾ അതിൻ്റെ ഉപരിതല വിസ്തീർണം 100% എത്രയായി? 400%. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഉപരിതല വിസ്തീർണം എത്രയാണ് എന്ന് ചോദിച്ചിരുന്നു എങ്കിൽ 400% സമ്മതിച്ചു. പക്ഷേ മക്കളെ ഞാൻ കൃത്യമായിട്ട് അടിവരയിട്ടിട്ടുണ്ട്. എത്ര വർദ്ധിക്കും? എത്ര കൂടി? വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എത്ര കൂടി? അപ്പം 100% എന്നത് 400% എത്ര കൂടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വർദ്ധിച്ചു? 100% എത്ര വർദ്ധിച്ചിട്ടാണ് മക്കളെ 400% എടാ 300% വർദ്ധിച്ചിട്ടാണ് 400 ആയത്. അപ്പം ഉത്തരം എന്ന് പറയുന്നത് 300%. ഭൂരിഭാഗം പേരും ഇവിടം വരെ കൃത്യമായിട്ട് എത്തും. എന്നാൽ 400-ൽ ഉടക്കി വീഴും. PSC ചതിക്കും. ചോദ്യം കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം മക്കളെ ഉത്തരം എഴുതാൻ. നമുക്ക് എത്ര വർദ്ധിച്ചു എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ വർധനവ് അറിയേണ്ടത്. 100 400 ആയത് എങ്ങനെയാണ്? 300 കോടിയാണ് 100 400 ആയത്. അപ്പോൾ 300 ആയിരിക്കും ഉത്തരം. ക്ലിയർ ആണോ? എത്രയാണെന്ന് ചോദിക്കുന്നതും എത്ര വർദ്ധിച്ചു എന്ന് ചോദിക്കുന്നതും രണ്ടും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണേടാ. ഇനിയെങ്കിലും മനസ്സിലാക്കണേ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ പല രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും എളുപ്പത്തിലൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. 56, 72, 90, 110, 132, 150. ഇതിൻ്റെ അകത്ത് ഒരു നമ്പർ ഈ ഗണത്തിൽ പെടാത്ത ആളാണ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ സാധാരണ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇത് തമ്മിൽ ഒന്ന് കുറച്ച് നോക്കും. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. സമ്മതിച്ചു. അപ്പോൾ അടുത്തതും കൂടെ ഒന്ന് കുറച്ച് നോക്കുക. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ? 20 എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്പറുകൾ, അപ്പോൾ കുറയ്ക്കുമ്പോൾ വരുന്ന നമ്പറുകൾ സെയിം അല്ല. അപ്പോൾ ആ നമ്പറുകളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 16, 18, 20. സാറേ 16ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എനിക്ക് 18 കിട്ടും. 18ൻ്റെ കൂടെ 2 കൂടിയാൽ എനിക്ക് 20 കിട്ടും. അപ്പോൾ അടുത്തത്, അപ്പോൾ ഇവിടെ ഈ 110, 132 ആവാൻ വേണ്ടി ഏത് നമ്പർ എത്ര കൂട്ടണം? 20ൻ്റെ കൂടെ 22 കൂട്ടണം. 22 കൂട്ടണം.
22 കൂട്ടണം. 22 കൂട്ടിയിട്ടാണ് എന്ത് വരുന്നത്? 22 അപ്പോൾ നോക്കി നിങ്ങൾ 110ൻ്റെ കൂടെ 22 കൂട്ടിയാൽ 2 3 132 കിട്ടും. അപ്പോൾ ഈ 132ൻ്റെ കൂടെ കൂട്ടേണ്ട നമ്പർ ഏതാണ് മക്കളെ? 22 എന്താവണം? 22ൻ്റെ കൂടെ 2 കൂട്ടി 24 ആണ് വരുന്നത്. അപ്പം 132 കഴിഞ്ഞ് വരേണ്ട നമ്പർ ഏതാണ്? 132ൻ്റെ കൂടെ 24 കൂട്ടുക. 4ഉം 2ഉം 6, 3ഉം 2ഉം 5, 1 156 വരേണ്ടത്. 156 ഇരിക്കേണ്ട സ്ഥലത്ത് ആരാണ് ഇരിക്കുന്നത്? 150. അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ കയറി ആരിരിക്കും? അല്ലല്ലല്ല 150 ഇരിക്കും. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ നമ്മുടെ ഒറ്റയാൻ ഏതാണടാ? ഒറ്റയാൻ ഏതാണ്? 150. 150 ഒറ്റയാൻ. സെറ്റാണോ? ക്ലിയർ ആണോ? ഇത് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ ചിന്ത നോർമലി പോകുന്ന ആ വഴിക്ക് തന്നെ കൊണ്ടുപോയി അതിനുകൂടി ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം. ഇത് ലോജിക്കൽ റീസണിങ് ആണ്. മാത്തമാറ്റിക്സിനെക്കാട്ട് കൂടുതൽ നിങ്ങളുടെ യുക്തി, ഒരു ചോദ്യത്തിനെ സമീപിക്കാനുള്ള നിങ്ങളുടെ യുക്തിക്കാണ് പ്രാധാന്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എ ബി സിയുടെ ശരാശരി എം ആണ്. എ ബി സി എന്നിവയുടെ ശരാശരി എം ആണ്. അണ്ടർലൈൻ ചെയ്ത വാക്ക് ശ്രദ്ധിക്കണം, ശരാശരി. കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്ന് പറയുന്നത് 0 അങ്ങനെയെങ്കിൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ശരാശരി എന്താണ്? എത്ര? ശരാശരി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 നമ്പറുടെ ശരാശരി. ഇപ്പം എ ബി സിയുടെ ശരാശരി എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3. തുക ബൈ എണ്ണമാണ് ശരാശരി. അതാണ് എം എന്ന് തന്നിരിക്കുന്നത്. അത് അവിടെ ഇരുന്നോട്ടെ. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സൂത്രവാക്യം, ഒരു സർവ്വസമവാക്യം, ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് അറിയണം. ഒന്നുമില്ല, ഇതാ നോക്കിക്കോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഇനി എന്ത് ചെയ്യുന്ന പറയുക? എ ഇൻറ്റു ബി പ്ലസ് ഇടുക. എ ഇൻറ്റു ബി ഇട്ടില്ലേ? ഇനി ബി ഇൻറ്റു സി പ്ലസ് ഇനി എന്ത് ചെയ്യണം? സി ഇൻറ്റു എല്ലാ കോമ്പിനേഷനും, അതായത് എ ബി സി ഇട്ടില്ലേ? എ ഇൻറ്റു ബി, ബി ഇൻറ്റു സി, എ ഇൻറ്റു സി, എന്നിട്ട് അതിൻ്റെ ഇടയിലെല്ലാം പ്ലസ് ഇട്ട് കൊടുക്കുക. ഇതാണ് ആ സൂത്രവാക്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അത് കഴിഞ്ഞില്ല, അതിൻ്റെ ഇടയിലെല്ലാം എന്ത് ചെയ്യണം? ഒരു 2ഉം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ സൂത്രവാക്യം പൂർണ്ണമായി. എ പ്ലസ് ബി പ്ലസ് ഇത് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac എന്ന് വരും. ഓക്കെ ആണല്ലോ? നമുക്ക് ആ സൂത്രവാക്യം എന്ന് എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും മക്കളെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് എല്ലാം എന്തുണ്ട്? ഒരു 2 കോമൺ അല്ലേ? 2 പൊതുവായിട്ടില്ലേ? അപ്പോൾ ആ കോമൺ ഉള്ള പൊതുവായിട്ടുള്ള ആളെ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു സി എന്ന് വരത്തില്ലേ? ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മക്കളെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്താണെന്നുണ്ട് ചോദ്യത്തിൽ? 0 ആണെന്നുണ്ട്. അപ്പോൾ ഇവിടെ 0 വന്നു അല്ലേ? 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ ഇവിടെ എന്തുള്ളൂ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതായത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. മക്കളെ, എ പ്ലസ് ബി പ്ലസ് സി എന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ഈ 3നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് എയുടെയും ബിയുടെയും സിയുടെയും ശരാശരി എം ആണ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എന്നത് എം ആണ്. അങ്ങനെയാണെങ്കിൽ ആ തുക കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? ഈ 3നെ ഇങ്ങോട്ട് എടുക്കുക. ഇവിടെ ഹരിച്ചിരിക്കുന്നത് ഈക്വൽ ടുവിൻ്റെ അപ്പുറം എടുക്കുമ്പോൾ എന്ത് വരും? ഗുണനമാവും. 3 ഇൻറ്റു എം എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു എം ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അഥവാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3m ദ ഹോൾ സ്ക്വയർ കഴിഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ ഇൻറ്റു എമ്മിൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്രയാടാ? 9. എമ്മിൻ്റെ സ്ക്വയർ എന്താണടാ? എം സ്ക്വയർ. എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ശരാശരിയാണ് കാണേണ്ടത്. കാവടി തുള്ളി ഇവിടെ 9m സ്ക്വയർ എന്ന് ടിക്കിടരുത്. ചോദ്യം വായിക്കണം. അപ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തുക അല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. തുക ബൈ എണ്ണം. ഇവിടെ സമം എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര എണ്ണമുണ്ട്? 3 എണ്ണം അല്ലേ? ഇതിൻ്റെ തുക നമുക്കിപ്പോൾ കിട്ടി. എത്രയാണടാ? 9m സ്ക്വയർ കിട്ടിയില്ലേ? ഡിവൈഡഡ് ബൈ 3. 9 3 വെട്ടിപ്പോവും. പിന്നെ ഇവിടെ എത്ര വരും? 3m സ്ക്വയർ എന്നായിരിക്കും ആൻസർ വരുന്നത്. ഒട്ടനവധി പേർക്കും ഇവിടം വരെ എത്തിയിട്ട് 9m സ്ക്വയർ എന്നങ്ങ് ഇട്ടു. പ്രശ്നം ഇതൊന്നുമല്ല. ചോദ്യം വായിക്കാത്തതാണ്. കണക്ക് ചെയ്യാൻ അറിയാൻ പറ്റാഞ്ഞിട്ടല്ല.
ചോദ്യം വായനയിൽ പറ്റിപ്പോയ പിഴവാണ്. ശരാശരി എന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് ചിന്തിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? മക്കളെ, ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖ വരും. നേർരേഖ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് രീതി വരും. 12 മണി എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചിയും അവർ സൂചി ഇങ്ങനെ ഇരിക്കില്ലേ? അതായത് എന്താ, ഈ രണ്ട് സൂചിയും ഒരേ ദിശയിലേക്ക് ഇരിക്കും. ഇത് ഒരു നേർരേഖയാണ്. നേർരേഖ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ഇനി ഇപ്പോൾ 12 മണി ആവുമ്പോൾ ഇത് നേർരേഖയിലാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 6 മണി എന്ന് പറയുന്നു. ഇവിടെ 6 ഇരിക്കും, 12 ഇവിടെ ഇരിക്കും അല്ലേ? ഇതും എന്താ, 6 മണി എന്ന് പറയുമ്പോഴും നേർരേഖ തന്നെയല്ലേ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും? അപ്പോഴും നേർരേഖ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതെന്താണ്? ഇത് എതിർ ദിശയിലാണെന്നാണ് ഉള്ളത്. ഇത് എതിർ ദിശയിലാണ് രണ്ടും. ഇവിടെ എന്താണ്? ഇവിടെ ഒരേ ദിശയിലാണെന്നാണ് രണ്ടും. ഒരേ ദിശയിലാണ്. ഏത്? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ ദിശയിൽ. ഇവിടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എതിർ ദിശയിൽ. ഇതും നേർരേഖയാണ്. അപ്പോൾ എന്താണ്? ഒരു ദിവസം ഒരേ ദിശയിൽ വരുമ്പോഴും നേർരേഖയാണ്, എതിർ ദിശയിൽ വരുമ്പോഴും നേർരേഖയാണ്. അപ്പോൾ ഒരേ ദിശയിൽ നേർരേഖ വരുന്ന എണ്ണം, നേർരേഖകൾ ഒരു ക്ലോക്കിൽ വരുന്നത് എത്ര തവണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 തവണയാണ്. നിങ്ങൾ ഇവിടെ അനാവശ്യമായ ശാഠ്യങ്ങൾ വിടുക. ഇത് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് മാത്തമാറ്റിക്സിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനാണെങ്കിൽ ഓക്കെ. പക്ഷേ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൻ്റെ കൃത്യമായിട്ട് ക്ലാസ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി എതിർ ദിശയിൽ ഒരു ക്ലോക്കിൽ എതിർ ദിശയിൽ നേർരേഖ ഫോം ചെയ്യുന്നത്, അതായത് ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഇത്തരത്തിൽ നേർരേഖ ഫോം ചെയ്യുന്നതും എത്ര തവണയെന്ന് ചോദിച്ചാൽ അതും 22 തവണ തന്നെയാണ്. അപ്പം നേർരേഖ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നാൽ നേർരേഖ, ഇങ്ങനെ വന്നാൽ നേർരേഖ. അപ്പം മൊത്തം എത്ര തവണ ഒരു ക്ലോക്കിൽ നേർരേഖ ഉണ്ടാവും? ദിശകളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. നേർരേഖ എത്ര തവണ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയാൽ പോരെ? 22 എത്ര വരും മക്കളെ? 44 തവണ നേർരേഖകൾ ഉണ്ടാകും. അതായത് ഓപ്ഷൻ എ, എതിർദിശയിലും ഒരേ ദിശയിലും കൂടി ചേർന്ന് 22 പ്ലസ് 22 ആഡ് ചെയ്യുമ്പോൾ 44 തവണ നേർരേഖ ഒരു ക്ലോക്കിൽ ഉണ്ടാവും. ക്ലിയർ ആണോടാ? സെറ്റാണോ? ഇതുപോലെ തന്നെ ലംബമായിട്ടാണ് പറയുന്നത് വെച്ചോ. ലംബമായി എന്നാണ്. അതായത് നേർരേഖയ്ക്ക് പകരം ലംബമായി ഉണ്ടാവും. ലംബമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഉണ്ടാവില്ലേ? ഇപ്പം നോക്കാം, 3 അല്ലെങ്കിൽ വേണ്ട 3 മണി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ഇടയിൽ എന്താണ്? 90 ഡിഗ്രി. അപ്പോൾ എന്താ, മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ലംബമായി വരുന്നത്. അതും എന്ത് തന്നെയാണ് മക്കളെ? 22 തവണ തന്നെയാണ് എന്നുള്ള ഒരു അധിക വസ്തുത ഇവിടെ ഓർത്തിരിക്കുക. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നമ്മളോട് ലംബമായിട്ടുള്ളതായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ ആണോ? സെറ്റാണോ? അപ്പോൾ ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത സംഖ്യ ഏത്? ഇവിടെയും ധൃതിയിൽ പോകുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി പോകുന്നതല്ല. നിങ്ങൾ ആ ചോദ്യങ്ങളിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം ഉത്തരം നിങ്ങളിലേക്ക് എത്തിച്ചേരും. 125, 135, 120, 130, 115, 125. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 125, 35 കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തതിലേക്ക് പോകണം. 125, 120 ഓക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നിടവിട്ട് അടുത്തതിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ 115, 125, 120 ആയത് എന്താണ്? 5 കുറച്ചപ്പോൾ അല്ലേ? 120, 115 എന്താ? എങ്ങനെ? 5 കുറച്ചപ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് എന്താ അടുത്തതല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 130, 135, 130 ആയത് എങ്ങനെയാണ്? 5 കുറച്ചപ്പോൾ. 130, 125 ആയത് എങ്ങനെയാണ്? 5 കുറച്ചപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ? വീണ്ടും ഒരു 5 കുറയ്ക്കുക. എത്ര വരും ഇവിടെ? 110. അതായിരിക്കും നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ആൻസർ എ ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒന്നിടവിട്ടുള്ള നമ്പറുകളാണ്, സംഖ്യകളാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടി ചിന്തിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രേരിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്തമാറ്റിക്സ് ഉണ്ടോടാ? കുറയ്ക്കാനും കൂട്ടാനും അറിഞ്ഞാൽ പോരെ? മാത്തമാറ്റിക്സ് അല്ല, നിങ്ങളുടെ ചിന്തയെ നിങ്ങളെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി വിടുന്നു ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ. അത് ഉണർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ കിട്ടും. ശരിയാണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ന് വരെ സാധാരണ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു രീതിയല്ല. ഇവിടെ ഇതെല്ലാം ചെയ്തു കൂട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ചിന്തിക്കാനുള്ള ക്യാപ്പബിലിറ്റി മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് എഴുതാം. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഗുണനമുണ്ട്, ഹരണമുണ്ട്, അഡീഷനുണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട് അല്ലേ? ഇവർ ഗുണനം എന്നാൽ മൈനസ് എന്നാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? ഇത് ശരിയാണ്. ഗുണനത്തിനെ ഇവർ വിളിച്ചിരിക്കുന്നത് മൈനസ് എന്ന്. ഡിവിഷൻ എന്നാൽ
പ്ലസ്, ഡിവിഷൻ എന്നാൽ പ്ലസ്. ഇനി പ്ലസ് എന്നാൽ ഡിവിഷൻ, മൈനസ് എന്നാൽ എന്താണ് മക്കളെ? ഇൻറ്റു ആണല്ലോ. അപ്പോൾ ചോദ്യപേപ്പറിൻ്റെ മുകളിൽ നിങ്ങൾ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ ആണോ? ഞാൻ കാണിച്ചു തരാം എങ്ങനെ എഴുതണം എന്നുള്ളത് പറഞ്ഞുതരാം. ദാ ഇപ്പോൾ നോക്കിക്കേ, ഈ ചോദ്യത്തിന് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നോക്കിക്കേ, ഇൻറ്റു മൈനസിലേക്ക് പോകും, മൈനസ് ഇൻറ്റുവിലേക്ക് പോകും, ഡിവിഷൻ പ്ലസ്സിലേക്ക് പോകും, പ്ലസ് ഡിവിഷനിലേക്ക് പോകും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള അത് ഇട്ട് നോക്കാം. ഇൻറ്റു എന്നാൽ മൈനസ് അല്ലേ? അപ്പോൾ മൈനസ് എന്നാൽ ഇൻറ്റു, പ്ലസ് എന്നാൽ ഡിവിഷൻ, ഡിവിഷൻ എന്നാൽ പ്ലസ്. ഇവിടെ ഡിവിഷൻ എന്നാൽ പ്ലസ്, പ്ലസ് എന്നാൽ ഡിവിഷൻ, മൈനസ് എന്നാൽ ഇൻറ്റു, ഇൻറ്റു എന്നാൽ മൈനസ്, മൈനസ് എന്നാൽ ഇൻറ്റു, ഇൻറ്റു എന്നാൽ മൈനസ്, ഡിവിഷൻ എന്നാൽ പ്ലസ്, പ്ലസ് എന്നാൽ ഡിവിഷൻ. ഞങ്ങൾ കറക്റ്റായിട്ട് അത് ഇട്ട് വിടുകയാണ് കേട്ടോ. പ്ലസ് എന്നാൽ ഡിവിഷൻ എന്നാൽ പ്ലസ്, പ്ലസ് എന്നാൽ ഡിവിഷൻ, മൈനസ് എന്നാൽ ഇൻറ്റു, ഇൻറ്റു എന്നാൽ മൈനസ്. അതെല്ലാം കറക്റ്റായിട്ട് ഇട്ടു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടടാ? നമ്മൾ ബോട്ട്മാസ് റൂള് പഠിച്ചിട്ടില്ലേ മക്കളെ? ബോട്ട്മാസ് റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോട്ട്മാസ് അല്ലേ? എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ആദ്യം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. നോക്കിക്കേ, നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഒരു നിസർഗ സംഖ്യ കിട്ടണം അല്ലേ? ഒരു നിസർഗ സംഖ്യ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഓപ്പറേഷനിൽ ആദ്യം ചെയ്യേണ്ട എന്താണ്? നോക്കുക ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം 2/3 അല്ലേ? 2/3 എന്ന് വരും. ഇത് നിങ്ങൾ നോക്കിക്കേ, 2/3 6 മൈനസ് 2/3 പ്ലസ് 12 ഇൻറ്റു 3 എന്നാണ് വരുന്നത്. എടാ 2/3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2/3 എന്നാണ് വരുന്നത് അല്ലേ? 6 മൈനസ് 2/3 പ്ലസ് 12 ഇൻറ്റു 3 എന്ന് വരും. ഇതൊരു കാലത്തും 6 മൈനസ് 2/3 ഇതാ പിന്നെ ഒരു ഫ്രാക്ഷൻ കിട്ടും, ഒരു ദശാംശ സംഖ്യ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടാൻ പോകുന്നില്ല? 15 എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഒരു നിസർഗ സംഖ്യ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം ഇതല്ല ശരിയായത്. ഓക്കെ ആണല്ലോ. അടുത്തത് എന്ത് വരും? 3 + 7 ഇൻറ്റു 5 മൈനസ് 10/3. ഇവിടെ 10/3 ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? ഒരു നിസർഗ സംഖ്യ കിട്ടില്ല. 5 മൈനസ് എന്നല്ലേ? 5 മൈനസ് 10/3 എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? നിങ്ങൾക്ക് കൃത്യമായിട്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിസർഗ സംഖ്യ കിട്ടത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 3 + 7 ഇൻറ്റു 5 മൈനസ് 10/3 എന്ന് വരും. ഇവിടെ തൊട്ട് ഇങ്ങോട്ട് എന്താ കിട്ടുന്നത്? ഒരു നിസർഗ. പിന്നെ നമുക്ക് ഇതല്ല ചെയ്യേണ്ടത്. അയ്യോ, ബ്രാക്കറ്റ് ഇട്ടതല്ല. ഇവിടെ നമുക്ക് പിന്നെ എന്താ വരുന്നത്? പിന്നെ 7 × 5 35 എന്ന് വരും അല്ലേ? 35 മൈനസ് 10/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ 10ലേക്ക് അത് എത്തിച്ചേരില്ല. അപ്പോൾ അതും നടക്കത്തില്ല, ഇതും തെറ്റാണ്. അടുത്തത് നോക്കിക്കേ, 15 ഇൻറ്റു 5 പ്ലസ് 5 മൈനസ് 20/16 എന്ന് വരും. മക്കളെ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇവിടെ ഈ മേളിൽ എഴുതിയേക്കുന്നതാണ് യഥാർത്ഥ ചിഹ്നം. അപ്പോൾ ഞാനത് വിടുന്നു. ഇവിടെ ഇടുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 6 കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? ഇത് എന്ത് വരും? 15 ഇൻറ്റു 5 പ്ലസ് 5 മൈനസ് 20/16 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് വരുന്ന എത്രയായിരിക്കും? ഇവിടെ 2 വെച്ച് ക്യാൻസൽ, ഇവിടെ 10 വരും, ഇവിടെ 8 വരും. പിന്നെ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ 5 വരും, ഇവിടെ 4 വരും. 5/4 എന്ന് വരും. 5 മൈനസ് 5/4 ഇവിടെ ഇൻറ്റു 5 ചെയ്തു. പിന്നെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് വരില്ല? ഒരു പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഇൻറ്റിജർ അല്ലെങ്കിൽ നിസർഗ സംഖ്യയായ 6 എന്ന് പറഞ്ഞൊരു നിസർഗ സംഖ്യയിലേക്ക് എത്തില്ല. കാരണം ദശാംശ സംഖ്യയെ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ. 3 എണ്ണം തെറ്റ്. അപ്പോൾ അടുത്ത ഏതായിരിക്കും? ഓപ്ഷൻ ഡി തന്നെയായിരിക്കും ശരി. അങ്ങനെ ലോജിക്കലി ചിന്തിച്ചെഴുതാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതേ നോക്കിക്കേ, 8 + 10 ഇൻറ്റു 3 /5 -6 എന്ന് വരും അല്ലേ? ഇത് 8 + 10 ഇൻറ്റു 3/5 -6 എന്ന് വരും അല്ലേ മക്കളെ? ഇവിടെ നോക്കി, പിന്നെ ഡിവിഷൻ ചെയ്തു, പിന്നെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. 10ഉം 5ഉം വെട്ടി ഇവിടെ 2 വരും അല്ലേ? പിന്നെ മിച്ചം എന്താണുള്ളത്? 8 + 2 ഇൻറ്റു 3 -6 എന്ന് വരും. ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യേണ്ടേ? 8 + 6 -6 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതും ക്യാൻസലായി പോകും, 8 എന്ന് തന്നെ വരും. ആ 8 ഇവിടെ കിട്ടി. ഓക്കെ ആണോടാ? ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ. അപ്പോൾ നോക്കുക, ഇവിടെ നിങ്ങൾ എന്താ മൊത്തം ചെയ്ത് നോക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ദശാംശ സംഖ്യ ഇതെല്ലാം ഈക്വൽ ടു എന്താ വന്നിരിക്കുന്നത്? ഒരു നിസർഗ സംഖ്യയാണ്. ആ ഒരു ഐഡിയയിൽ ഊന്നിക്കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നതെന്നുള്ള വ്യക്തമായിട്ടൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ ആണോടാ? മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ അത്രയേ ഉള്ളൂ.
സിവിൽ എക്സൈസ് ഓഫീസറുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റിൻ്റെ അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, വരുന്ന CPUക്ക് മാത്തമാറ്റിക്സ് ചോദിക്കുന്നത് ഒരു പ്രിലിമിനറി ലെവൽ പോലെ ആയിരിക്കില്ല, ഒറ്റ പരീക്ഷയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റേതായ തയ്യാറെടുപ്പോടുകൂടി ആ സത്യം അംഗീകരിച്ച് പഠിക്കണം. അപ്പോൾ മുമ്പോട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് കൃത്യമായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം കമൻ്റായും ലൈക്കായും അറിയിക്കുക. വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.